ഹരേ കൃഷ്ണ. നമ്മളെല്ലാവരും ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വലിയൊരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ടാവില്ലേ ഭഗവാനോട് പറയാനായിട്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ മുന്നിൽ പറഞ്ഞ് സാധിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ജീവിതത്തിലുള്ള കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ, നമ്മുടെ പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ജന്മത്തിൽ നമ്മുടെ ഓരോ സംഭവങ്ങളും ഉള്ളത്. അതായത് ഇനി വരാൻ പോകുന്ന സംഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ അതിന്റെ ഒരു റിസൾട്ട് തന്നെയാണ്. ഒരിക്കലും ഭഗവാന് അത് മാറ്റിമറിക്കാനായിട്ട് സാധിച്ചിട്ടില്ല, അത് സാധിക്കുകയുമില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അഭിമന്യുയുടെ മൃത്യു എന്ന് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണന് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. പക്ഷെ ആ മൃത്യുവിൽ നിന്ന് ഭഗവാൻ അഭിമന്യുവിനെ രക്ഷിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഭഗവാനിൽ ഒട്ടും നമ്മൾ അഭയം പ്രാപിക്കരുത്, വിശ്വസിക്കരുത് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്നത്, എന്ത് തന്നെ ജീവിതത്തിൽ സംഭവിച്ചാലും, എന്തൊക്കെ തന്നെ നടക്കുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം നേരിടാനുള്ള ഒരു ശക്തി, അതായത് ആ ഒരു തടസ്സങ്ങളെയൊക്കെ മറികടക്കാനുള്ള ഒരു സ്ട്രെങ്ത്, ശക്തി എന്ന് പറയുന്ന കാര്യം എനിക്ക് പ്രദാനം ചെയ്യണമേ. എൻ്റെ മനോനില എന്നും സമചിത്തതയോടുകൂടി എന്നെ നിർത്താനായിട്ട്, എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെ സഹായിക്കണേ എന്നതാണ് നിങ്ങൾ ഭഗവാനോടായിട്ട് ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ആഗ്രഹത്തിനായിട്ട് ചില കാര്യങ്ങൾ ഭഗവാൻ മാറ്റി വെച്ചിട്ടുണ്ടാവും. ആ ആഗ്രഹത്തിൽ സമചിത്തതയോടുകൂടി, വിവേകത്തോടുകൂടി ആ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ നമ്മളെ അനുവദിക്കണേ ഭഗവാനെ എന്നതാണ് നമ്മൾ ഭഗവാനോടായിട്ട് ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ടത്. കാരണം വിവേകബുദ്ധിയോടുകൂടി ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും കഴിയുന്ന കാര്യമല്ല. അപ്പോൾ എല്ലാവരും ഇനി ജീവിതത്തിൽ കൂടുതൽ ശക്തി തരാനും ഭഗവാനോ ഏറ്റവും നല്ലൊരു ബുദ്ധി നമുക്ക് പ്രദാനം ചെയ്യാനുമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്ന് നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഹരേ കൃഷ്ണ.